നമസ്കാരം, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ടെക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇച്ചിരി സ്പെഷ്യലാണ്. മറ്റൊന്നുമല്ല, സാംസങ്ങിൻ്റെ ഏറ്റവും പുതിയ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസായ സാംസങ് ഗാലക്സി S22 ആണ് നമ്മളിന്ന് ചാനലിൽ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഫോണിന് ഒരുപാടധികം പ്രത്യേകതകളുള്ളതാണ്. S21 സീരീസിന് ശേഷം മേജർ അപ്ഗ്രേഡ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന ഒരു അപ്ഡേറ്റ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ. അപ്പോൾ S22, S22 Plus, S22 Ultra എന്നിങ്ങനെ 3 ഡിവൈസുകളാണ് സാംസങ് കഴിഞ്ഞ മാസം ലോഞ്ച് ചെയ്തത്. അപ്പോൾ അതിലെ നടുക്കഷ്ണം എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു ഡിവൈസാണിത്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. ഒരു S ഡിസൈൻ കാണാം, 22 എന്ന് വലുതായിട്ട് എഴുതിയിരിക്കുന്നു. S22 Plus എന്ന് താഴെ ഒരു ലേബിൾ നൽകിയിട്ടുണ്ട്. സൈഡിൽ സാംസങ് ബ്രാൻഡിംഗ് ആണ്, പുറകിൽ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്നു. താഴെയാണ് ഇതിൻ്റെ വേരിയൻസ് ഒക്കെ എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ ഫാൻറ്റം ബ്ലാക്ക് കളറാണ് നമ്മുടെ ഡിവൈസ്. 128GB ഇൻറ്റർണൽ സ്റ്റോറേജും 8GB റാമും ഉള്ള വേരിയൻ്റാണ് നമ്മുടെ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്യാം. ഈ ബോക്സ് കൊറിയർ വന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഇത് ഫോണാണോ വന്നേക്കുന്നത്? അപ്പോൾ അവർ പറയും അല്ലെന്ന് തോന്നുന്നു, ചെറിയൊരു ബോക്സാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ. കുറേയധികം നാളുകൾക്ക് ശേഷമാണ് വീണ്ടും ഒരു ഫ്ലാഗ്ഷിപ്പിലേക്ക് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ കവറങ്ങ് പീൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ. നല്ലൊരു ഫീലുണ്ട് കേട്ടോ. പഴയ ഫോണിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ട് വളരെ ഒരു പ്രീമിയം ഫീൽ തോന്നിക്കുന്നുണ്ട്. എന്തായാലും ഇത് ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് ബോക്സിൽ വേറെ എന്തൊക്കെയാണുള്ളതെന്നും കൂടെ നോക്കാം. അതിനുശേഷം നമുക്ക് ഫോൺ ബൂട്ട് ചെയ്യാം. അധികം നോക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ, നമുക്ക് പെട്ടെന്ന് നോക്കി തീർക്കാം. ഇതിലൊരു ബോക്സ് പാക്കിങ് വരുന്നുണ്ട്. അതിൽ ഒരു Type-C ഡാറ്റ കേബിളാണ് വന്നേക്കുന്നത്. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു കേബിളാണ്. ഇതവിടെ ഇരിക്കട്ടെ. പിന്നെ ഈ ബോക്സിൽ റീജിയണൽ ലോഗ് ഗൈഡ് എന്ന് പറഞ്ഞൊരു പേപ്പർ നൽകിയിട്ടുണ്ട്. പിന്നെ ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡും നൽകിയിട്ടുണ്ട്. പിന്നെ ഈ ബോക്സിൻ്റെ പുറകിൽ ഒരു സിം ഇജക്ടർ ടൂളും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ അൺബോക്സിങ് എക്സ്പീരിയൻസ്. ആദ്യമായിട്ടാണ് പെട്ടെന്ന് ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിൻ്റെ അൺബോക്സിങ് എക്സ്പീരിയൻസ് കഴിയുന്നത്. നമുക്ക് നമ്മുടെ സ്മാർട്ട് ഫോൺ ബൂട്ട് ചെയ്യാം, എന്നിട്ട് നമുക്കതൊന്ന് യൂസ് ചെയ്ത് നോക്കാം. അപ്പം ഡിവൈസിലേക്ക് ഞാൻ പോകാം. അതിനു മുമ്പ് നമുക്ക് നമ്മുടെ ഫോണൊന്ന് ഓവറോൾ നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഡിസൈനെ പറ്റി പറയുകയാണെങ്കിൽ നേരത്തെ പോലെയല്ല, ഒരു ബോക്സി, കയ്യിൽ പിടിക്കുമ്പോൾ ഒരു ബോക്സി ഫീൽ വരുന്നുണ്ട്. അതുപോലത്തെ ഒരു ബിൽഡാണ് വന്നേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലും പുറകിലും ഗോറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസ് എന്ന് പറയുന്ന പ്രൊട്ടക്ഷനാണ് യൂസ് ചെയ്തേക്കുന്നത്. സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ പവർ ബട്ടണും വോളിയം റോക്കേഴ്സും കാണാം. റൈറ്റ് സൈഡിലാണ്. ലെഫ്റ്റ് സൈഡിൽ ബട്ടൺസോ കാര്യങ്ങളൊന്നുമില്ല. ആൻറ്റിന ഇവിടെ കാണാം. മുകളിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു മൈക്രോഫോൺ ഹോൾ കാണാം. താഴെ ഒരു സിം കാർഡ് ട്രേയും ഒരു Type-C പോർട്ടും കാണാം. സ്പീക്കർ ഗ്രില്ലും കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ സിം ട്രേ. ഇതിൽ നിങ്ങൾക്ക് 2 സിമ്മ് വരെ ഇടാം. പക്ഷേ മൈക്രോ SD കാർഡ് സപ്പോർട്ടില്ല. ഇവിടെയാണ് നമ്മുടെ ഇയർപീസ് സെക്കൻഡറി സ്പീക്കർ വരുന്നത്. താഴെയായിട്ടൊരു പഞ്ച് ഹോൾ ക്യാമറയും കാണാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഓവറോൾ ഇൻ ഹാൻഡ് ഫീൽ എന്ന് പറയുന്നത് വളരെ പ്രീമിയം ആയിട്ട് ഫീൽ ചെയ്യുന്നു. ക്യാമറ വമ്പ് ഇങ്ങനെ പൊങ്ങി നിൽപ്പുണ്ട്. ഇവിടെയായിട്ടാണ് ഫ്ലാഷ് നൽകിയേക്കുന്നത്. താഴെ ഒരു സാംസങ്ങിൻ്റെ ബ്രാൻഡിങ്ങും കാണാം. അപ്പോൾ ഞാൻ ഈ സ്റ്റിക്കറും കൂടെ അങ്ങ് പൊളിച്ച് കളഞ്ഞേക്കാം. അപ്പോൾ ഇതിൻ്റെ ഫിനിഷ് നല്ലൊരു ഫീലുണ്ട് കേട്ടോ, കയ്യിൽ ഹോൾഡ് ചെയ്യാനായിട്ട്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ആദ്യം തന്നെ ഈ സ്മാർട്ട് ഫോണിൻ്റെ വേരിയൻസിനെ പറ്റി പറയാം. 2 വേരിയൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. 8GB റാം 128GB റോം ഉള്ളൊരു മോഡലും 8GB റാം 256GB റോം ഉള്ളൊരു മോഡലുമാണ്. 128GB മോഡലിൻ്റെ റേറ്റ് വരുന്നത് 84,999 രൂപയാണ്. അതുപോലെ 256GB വേരിയൻറ്റിന് 88,999 രൂപയാണ് വില വരുന്നത്. നിലവിൽ ഇത് 3 കളറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഫാൻറ്റം ബ്ലാക്ക്, ഫാൻറ്റം വൈറ്റ്, പിന്നെ ഗ്രീൻ. പക്ഷേ ഓൺലൈൻ ലോഞ്ചിൻ്റെ സമയത്ത് വേറെയും കളേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നിലവിൽ വെബ്സൈറ്റിൽ അവൈലബിൾ അല്ല. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അവൈലബിൾ ആവുമെന്ന് പ്രതീക്ഷിക്കാം. ഇനി സാംസങ് ഗാലക്സി S22 Plusൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കാം. അപ്പോൾ ഈ ഒരു ഡിവൈസ് 195 ഗ്രാമാണ് വെയിറ്റ് വരുന്നത്. ഇതിൻ്റെ ചുറ്റും ആർമർ അലുമിനിയം ഫ്രെയിമാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൽ നല്ല ഡ്രോപ്പ് റെസിസ്റ്റൻസും സ്ക്രാച്ച് റെസിസ്റ്റൻസും ഉണ്ട് പഴയ ഡിവൈസായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക്. പിന്നെ ഇതിൽ IP68 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ആണ് വരുന്നത്, പ്രീവിയസ് ജനറേഷനിൽ വന്ന പോലെ തന്നെ. പിന്നെ USB പോർട്ട് നോക്കുകയാണെങ്കിൽ ഒരു Type-C പോർട്ടാണ്, 3.2 പോർട്ടാണ്. ഇതുകൂടാതെ USB OTGയും സപ്പോർട്ടഡ് ആണ്. ഇനി ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ പറ്റി പറയാം. ഇതിലൊരു 6.6 ഇഞ്ച് ഡൈനാമിക് AMOLED 2X ഡിസ്പ്ലേ ആണ് വരുന്നത്. 2340x1080 ആണ് റെസൊല്യൂഷൻ വരുന്നത്. 393 ppi ആണ് പിക്സൽ ഡെൻസിറ്റി വരുന്നത്. ഇതിൽ 88.3% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ആണുള്ളത്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിലെ അഡാപ്റ്റീവ് റീഫ്രഷ് റേറ്റ് ആണ്. അതായത് 48 Hz മുതൽ 120 Hz വരെ അഡാപ്റ്റീവ് ആണ്. അതായത് സ്റ്റേബിൾ ആയിട്ടുള്ള പേജസിൽ 48 Hz വരെ താഴേക്ക് പോകും. അപ്പോൾ അത് പവർ സേവ് ചെയ്യാനായിട്ട് ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു ഫീച്ചറാണ്. ഇനി നമുക്ക് ഈ സ്മാർട്ട് ഫോണിൻ്റെ പ്രോസസ്സറിനെ പറ്റി പറയാം. ഇതിൽ ക്വാൽകോം സ്നാപ്ഡ്രാഗൺ 8 Gen 1 എന്ന് പറയുന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ഒക്ടാ കോർ പ്രോസസ്സറാണ്.
ഇനി നമുക്ക് ഈ ഡിവൈസിൻ്റെ ക്യാമറ നോക്കാം. ഇതിലെ ഒരു മെയിൻ ക്യാമറ ആയിട്ട് വരുന്നത് 50 മെഗാ പിക്സൽ സെൻസറാണ്. ഇതൊരു വൈഡ് ആംഗിൾ ക്യാമറയാണ്. അപ്പർച്ചർ 1.8 ആണ് വരുന്നത്. OIS സപ്പോർട്ടഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ജനറേഷനിലൊക്കെ 8K വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് മെയിൻ സെൻസറിലേക്ക് മാറുമായിരുന്നു. അതായത് അതിൽ മെയിൻ സെൻസർ വരുന്ന ടെലിഫോട്ടോ ലെൻസ് ആയിരുന്നു, ഇതിലെ പോലെ വൈഡ് അല്ലായിരുന്നു. അപ്പോൾ നമുക്ക് ക്യാമറയിലെ നോർമൽ ഫീൽഡ് ഓഫ് വ്യൂവിൽ തന്നെ 8K വീഡിയോസ് ഇതിൽ റെക്കോർഡ് ചെയ്യാം. അതായത് ക്രോപ്പ് ആകാതെ തന്നെ ഹൈ റെസൊല്യൂഷൻ വീഡിയോസ് എടുക്കാം. പിന്നെ ഉള്ളത് ഒരു 10 MB ടെലിഫോട്ടോ ലെൻസ് ആണ്. ഇതിൻ്റെ അപ്പർച്ചർ 2.4 ആണ് വരുന്നത്. 3x ഒപ്റ്റിക്കൽ സൂമാണ് ഇതിൽ വരുന്നത്. പിന്നെ ഉള്ളത് ഒരു 12 MB അൾട്രാ വൈഡ് ക്യാമറയാണ്. ഇതിൻ്റെ അപ്പർച്ചർ വരുന്നത് 2.2 ആണ്. അപ്പോൾ ഈ ഒരു ലെൻസ് ഉപയോഗിച്ചാണ് നമ്മൾ സൂപ്പർ സ്റ്റഡി വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്യാമറയിൽ 8K 4K ഫുൾ HD റെക്കോർഡിംഗ് കേപ്പബിലിറ്റീസ് ആണ് സാംസങ് നൽകിയിരിക്കുന്നത്. പിന്നെ ഫ്രണ്ട് ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ 10 MB വൈഡ് ആംഗിൾ ക്യാമറയാണ്. അപ്പർച്ചർ 2.2 ആണ് വരുന്നത്. ഇതിൽ നമുക്ക് 4K ഫുൾ HD വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് സാംസങ് S22 പ്ലസിൽ എടുത്ത കുറച്ച് ഫോട്ടോ സാമ്പിൾസ് കാണാം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഫോണിൽ എടുത്ത ഫോട്ടോസാണ്. ഞാനിതിലെ സീൻ ഒപ്റ്റിമൈസർ ഓൺ ചെയ്ത് തന്നെയാണ് ഫോട്ടോസൊക്കെ എടുത്തത്. ഡിസേബിൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കളേഴ്സൊക്കെ വളരെയധികം പോപ്പായിട്ട് നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ചിലർക്ക് ഇതൊന്നും ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷേ കാണാൻ നല്ല പ്ലീസിങ് ആയിട്ടുള്ള അടിപൊളി ഇമേജസാണ് ഈ ഒരു ഡിവൈസ് ക്രിയേറ്റ് ചെയ്ത് തരുന്നത്. അപ്പോൾ ഇതെല്ലാം ഇൻഡോർ ഷൂട്ടിംഗ് കണ്ടീഷനിൽ എടുത്ത കുറച്ച് ഫോട്ടോസാണ്. ഇത് കൂടാതെ നമ്മൾ കുറച്ച് പോർട്രേറ്റ്സും എടുത്ത് ട്രൈ ചെയ്തു. വളരെ ഗംഭീരമായ റിസൾട്ട് തന്നെയാണ് കിട്ടിയത്. ഇതിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഡെപ്ത് ഓഫ് ഫീൽഡ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് തോന്നിയത്. ഇനി ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം നൈറ്റ് മോഡാണ്. നൈറ്റ് മോഡിൽ സാംസങ് വളരെയധികം ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചില ഫോട്ടോസ് ഒരുപാട് ബ്രൈറ്റായി പോയോ എന്ന് സംശയം തോന്നി. അതുപോലെ ബ്രൈറ്റ് ആയിട്ടുള്ള ഇമേജസാണ് ഡാർക്ക് ലൈറ്റ് സിറ്റുവേഷൻസിൽ ഈ ഒരു ഡിവൈസ് ഉണ്ടാക്കി തരുന്നത്. ഇനി നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ബാറ്ററിയെ പറ്റി പറയാം. ഇതിൽ 4500 mAh ബാറ്ററിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പ്രീവിയസ് ജനറേഷൻ S21 4800 mAh ആയിരുന്നു ബാറ്ററി കപ്പാസിറ്റി. എന്നാൽ അത് ഇതിൽ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൽ മാക്സിമം 45 വാട്ട്സ് ചാർജിങ് സപ്പോർട്ടറാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ബോക്സിൽ ചാർജറൊന്നുമില്ല. നിങ്ങൾ ബോക്സ് കണ്ടല്ലോ, സ്ലിം ആയിട്ടുള്ളൊരു ബോക്സാണ്. അതിലൊരു USB-C to USB-C കേബിൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ സാംസങ്ങിൻ്റെ 45 വാട്ട്സ് ചാർജർ വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വാങ്ങാം. അതിന് 2899 രൂപയാണ് പ്രൈസ് വരുന്നത്. 2 ചാർജറുണ്ട് ഇവിടെ. ഓൾറെഡി ഒരു 45 വാട്ട്സിൻ്റെ സ്റ്റഫ് കൂളിൻ്റെ ഒരു ഗാലിയം നൈട്രേറ്റ് ചാർജറുണ്ട്. 25 വാട്ട്സ് സാംസങ്ങിൻ്റെ ചാർജറും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കുമ്പം ചാർജറും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടെ ഒരു ആവശ്യത്തിലധികം എന്നുള്ളൊരു ഇതായേനെ. അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു വൈസ് ഡിസിഷൻ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡിവൈസിൽ USB പവർ ഡെലിവറി 3.0 സപ്പോർട്ടഡ് ആയിട്ടുള്ള ചാർജേഴ്സ് എല്ലാം യൂസ് ചെയ്ത് നമുക്ക് ചാർജ് ചെയ്യാം. പിന്നെ വയർലെസ് ചാർജിങ് 15 വാട്ട്സ് ആണ് മാക്സിമം വരുന്നത്. ഇതിൽ Android 12 ബേസ് ചെയ്താണ് റൺ ചെയ്യുന്നത്. One UI 4.1 ആണ് കറണ്ട് വെർഷൻ. നേരത്തെ സ്മാർട്ട് ഫോണിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് സാംസങ്ങിൻ്റെ One UI ആണ്. സാംസങ്ങിൻ്റെ സോഫ്റ്റ്വെയർ ഇഷ്ടപ്പെടാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അത് അതിൽ നിന്ന് മാറിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. നല്ല ഡിസൈനും ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം ഉള്ളൊരു OS ആണ് സാംസങ്ങിൻ്റേത്. നമ്മളിവിടെ സെർവർ സെറ്റ് ചെയ്തിട്ടിരിക്കുന്ന കാര്യം നമ്മൾ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ മൈ ഫയൽസ് ആപ്പിൽ ഈ നെറ്റ്വർക്ക് കേപ്പബിലിറ്റീസ് എന്ന് പറയുന്നത് വളരെയധികം അടിപൊളിയാണെന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കര ഈസിയാണ് ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യാനും കാര്യങ്ങളൊക്കെ. പിന്നെ അതിൽ തന്നെ പ്രിവ്യൂ കാണാനും അങ്ങനെ ഒരുപാടധികം ഫീച്ചേഴ്സ് ഉണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് തേർഡ് പാർട്ടി ആപ്സ് ഒന്നും ഉപയോഗിച്ചിട്ട് എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം ഈ ആപ്പ് നമുക്ക് മറ്റ് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാവോ എന്ന് വരെ ഞാൻ നോക്കി. കാരണം അത്ര കൺവീനിയൻ്റ് ആയിരുന്നു ഇവരുടെ മൈ ഫയൽസ് ആപ്പ്. പിന്നെ സാംസങ്ങിൻ്റെ തന്നെ സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സിൽ എടുത്തു പറയേണ്ട കാര്യങ്ങളാണ് സാംസങ് പേ. അതേപോലെ ഫോൺ എക്സ്റ്റേണൽ ഡിസ്പ്ലേയിൽ അല്ലെങ്കിൽ PC-യിൽ കണക്ട് ചെയ്ത് ഗാലക്സിയിൽ നിന്നും ഒരു ഡെസ്ക്ടോപ്പ് ടൈപ്പ് എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന സാംസങ് ഡെക്സിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാവുന്ന തന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പോർട്രോണിക്സിൻ്റെ ഹബിൻ്റെ വീഡിയോയിൽ. അപ്പോൾ അതുപോലെ ഒരുപാടധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഇറക്കുന്ന ഒരു കമ്പനി തന്നെയാണ് സാംസങ്. അപ്പോൾ ഇത്രയായിരുന്നു എൻ്റെ അൺബോക്സിങ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ. എന്തായാലും ഈ ഫോൺ യൂസ് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ റിവ്യൂ ഞാൻ തീർച്ചയായും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും സ്റ്റേ ട്യൂൺഡ്. മലയാളം ടെക്കിൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അടുത്തുള്ള ബെല്ലൈക്കണിലൂടെ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ വീണ്ടും ഒരു ഉഗ്രൻ ടെക്നോളജി വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. ഗുഡ് ബൈ.